വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വിശുദ്ധവാരം നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ആത്മീയമായ ഒരു അനുഭവമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ സഹനങ്ങളെ, പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന അവസരമാണ് ഈ വിശുദ്ധവാരം. രക്ഷാകരമായ കർത്താവിൻ്റെ സഹനമാണ് നമ്മുടെ ധ്യാന വിഷയം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അല്പം ശാന്തമാവണം, ബഹളങ്ങളൊക്കെ കുറച്ച് പ്രാർത്ഥന കൂട്ടി ദൈവവചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് സാധാരണ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ പ്രാർത്ഥിച്ച് ഈ ഒരാഴ്ച ചെലവഴിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ ഒരു ചിട്ടയിൽ വളർത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സഭാ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ച എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യം നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും കർത്താവിൻ്റെ സഹനമാണ് നമ്മളുടെ രക്ഷ നേടിയിരുന്ന ബോധ്യം അവരിൽ കൊടുക്കാനും ഒക്കെയുള്ള നല്ലൊരു അവസരമാണ്. വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്രമല്ല, മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഈ ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ച പങ്കെടുക്കുമ്പോൾ ഏറ്റവും ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നത് കുട്ടികളാണ്. കുരുത്തോല വാങ്ങാനും അത് വലിയ ആഘോഷപൂർവ്വം അത് പിടിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനുമല്ല. പക്ഷെ നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വാരത്ത് പോലും നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുതിർന്നവരെല്ലാവരും ദേവാലയത്തിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ അടുത്ത തലമുറയെ എന്തുകൊണ്ട് ഈ ഒരു വിശുദ്ധവാരത്തിൽ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അത് രാവിലെ എഴുന്നേൽക്കണം, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സഹനങ്ങളോട് ചേർന്ന് ജീവിക്കാൻ നമ്മുടെ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഓശാന ഞായറാഴ്ച കർത്താവിൻ്റെ ആഘോഷമായ ജെറുസലേം പട്ടണ പ്രവേശമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ നാട് സന്ദർശിച്ചവർ കുറച്ചു പേരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഏതായാലും ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. സന്ദർശിക്കണമെന്ന് ആലോചിക്കുമ്പോഴൊക്കെ അവിടെ യുദ്ധം തുടങ്ങും. അതുകൊണ്ട് പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ജെറുസലേം പട്ടണത്തിന്, പഴയ ജെറുസലേം പട്ടണത്തിന് ചുറ്റും വലിയ മതിലുണ്ട് എന്നാണ് പറയുന്നത്. ആ മതിലുകൾക്ക് 9 കവാടങ്ങളുണ്ട്. ഈ 9 കവാടങ്ങളിൽ ഏറ്റവും പുരാതനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ഗോൾഡൻ ഗേറ്റ് ആണ്, സുവർണ കവാടം. യഹൂദരുടെ വലിയ ഒരു പ്രത്യാശ, സുവർണ കവാടത്തിലൂടെയാണ് മിശിഹ വരുന്നത്. യഹൂദരുടെ മിശിഹ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത് സുവർണ കവാടത്തിലൂടെ. നെഹെമിയായുടെ കാലത്ത് അടിസ്ഥാനമിട്ടെന്ന് കരുതുന്ന പുരാതനമായ ഒരു കവാടമാണ്. AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കവാടവും ഈ സുവർണ കവാടമാണ്. എന്നാൽ ഇന്ന് അവിടെ സന്ദർശിക്കുന്നവർ പറയുന്നത് അത് പൂർണ്ണമായിട്ടും അടച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുക. അതാരാണ് ചെയ്തത്? അതിന്റെ തൊട്ട് മുമ്പിൽ മറ്റൊരു മതസ്ഥരുടെ സിരിത്തേരിയും കാണാനായിട്ട് സാധിക്കും. ആരും അതുവഴി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ അത് അടച്ചു വെച്ചിരിക്കുകയാണ്. അതെന്താണ് സംഭവിച്ചത്? 1541 ഓട്ടോമൻ തുർക്കികള് നഗരം കീഴടക്കിയപ്പോൾ യഹൂദരുടെ ഈ വിശ്വാസത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി. യഹൂദരുടെ മിശിഹ രക്ഷകൻ കടന്നു വരുന്നത് സുവർണ കവാടത്തിലൂടെയാണ്. അതുകൊണ്ട് എങ്ങാനും മിശിഹ വന്നാലും അദ്ദേഹം പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത പരിപാടിയാണ് അവര്
ഏതാണ്ട് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കവാടം പൂർണ്ണമായിട്ടും അടച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കാൻ ഒരു കാര്യം, AD 30 തന്നെ, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവരുടെ രക്ഷകൻ മിശിഹ ആ സുവർണ കവാടത്തിലൂടെ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് അവരുടെ വസ്ത്രങ്ങളെല്ലാം വിരിച്ച് ഒലിവിൻ ചില്ലകൾ വീശി മഹത്വത്തിന്റെ രാജാവ് കടന്നു വരുന്നുവെന്ന് ആർത്തുല്ലസിച്ച് ഓശാന പാടി അവര് ആ രക്ഷകനെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അത് വിശ്വസിക്കാത്തവർ ഇപ്പോഴും ആ മിശിഹായെ കാത്തിരിക്കുന്നുണ്ട് താനും. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. കർത്താവേ, പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് സമൃദ്ധി നൽകണമേ. 118-ാം സങ്കീർത്തനത്തിലെ ആ വചനമാണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം. അവരെല്ലാവരും നമ്മുടെ കർത്താവിനെ കണ്ട് വളരെ സ്വാഭാവികമായിട്ട് തന്നെ അവിടുന്ന് കഴുതക്കുട്ടിയുടെ പുറത്തേറി വരുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് അവർ നിരത്തുകളിലേക്ക് ഇറങ്ങി ഓശാന പാടുകയാണ്, കർത്താവെ രക്ഷിക്കണമേ. കാരണം അവരെല്ലാവരും ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരെല്ലാവരും വളരെ സ്വാഭാവികമായിട്ട് ഓശാന പാടി? പക്ഷെ വെറും 5 ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുന്നതും ഇതേ ജനങ്ങൾ തന്നെയാണ്. വലിയൊരു വൈരുദ്ധ്യമാണ്. ഒരു ദിവസം ഓശാന പാടി വരവേറ്റവർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുന്നു. എന്തുകൊണ്ടാണ് അവരവനെ ഓശാന പാടിയിരുന്നത്? കാരണം അവർ വിശ്വസിച്ചിരുന്നു ഇവനാണ് രക്ഷകൻ. പ്രത്യേകിച്ചും ഇതിന് തൊട്ടടുത്ത ദിനങ്ങളിലാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ചു എന്ന വാർത്ത കൂടി കേട്ടപാടെ അവന് തീരുമാനിച്ചു ഇവനാണ് രക്ഷകൻ. അതിനു മുമ്പുള്ള അനേകം അത്ഭുതങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അത്ഭുത പ്രവർത്തകരൊക്കെ അവിടെ ധാരാളം ഉണ്ടെങ്കിലും അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം വ്യത്യസ്തതയുള്ള അത്ഭുതങ്ങളായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക്, 7 അപ്പം കൊണ്ട് 7000 പേർക്ക്, അതുപോലെ കടലിന് മീതെ നടക്കുന്നു, കടലിനെ ശാന്തമാക്കുന്നു, അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നു. അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം എഴുതപ്പെടാനായിരുന്നെങ്കിൽ ലോകത്തിലെ പുസ്തകങ്ങൾ തന്നെ മതിയാകുമായിരുന്നില്ല എന്ന് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വെച്ച രീതിയിൽ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച രക്ഷകൻ. അവർ ഉറപ്പിച്ചു ഇവൻ തന്നെയാണ് രക്ഷകൻ, ഇവനാണ് മിശിഹ. അതുകൊണ്ടാണ് അവരെല്ലാം വളരെ സ്വാഭാവികമായിട്ട് അവനെ രക്ഷകനായിട്ട് കരുതുന്നത്. പക്ഷേ അവര് പ്രതീക്ഷിച്ച രക്ഷകനും മിശിഹ എന്ന രക്ഷകൻ, ഈശോ മിശിഹ എന്ന രക്ഷകനും വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷകളെല്ലാം മങ്ങിപ്പോകാൻ കാരണം. അവര് പ്രതീക്ഷിച്ചത് അവർക്ക് വേണ്ടിയിരുന്ന ഒരു രക്ഷകനെയായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്ന രക്ഷ എന്തായിരുന്നു? അത് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനമായിരുന്നു. റോമാക്കാരെ എല്ലാം തകർത്ത് അവരുടെ രാജ്യത്തെ വിമോചിപ്പിച്ച് രക്ഷിക്കുന്ന ഒരു രക്ഷകൻ മിശിഹ. ആ മിശിഹായെയാണ് അവർ കാത്തിരുന്നത്. പക്ഷെ കർത്താവ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്ന മിശിഹായായിരുന്നു. അതവർക്ക് വേണ്ടായിരുന്നു, അതവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നത് അവരെ ഈ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകനെയാണ്. നമ്മൾ ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ ആരാധിക്കുകയും ഈശോയെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവം തന്നെയാണോ ഈശോ മിശിഹ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് തരുന്ന ഒരു ദൈവം, നമുക്ക് സുഖം തരുന്ന ഒരു ദൈവം, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി തരുന്ന ഒരു ദൈവം, ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വളരെ സുഖകരമാക്കി ഒരു ജീവിതം നമുക്ക് ഇവിടെ പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷകൻ. അങ്ങനെ ഒരു രക്ഷകനെ തേടുന്നവർക്ക് ഒരുപക്ഷെ ഈശോയിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് ഈശോയെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ പ്രതീക്ഷകൾ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവിടുത്തെ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രക്ഷ എപ്പോഴും ഈ ലൗകികമായ ഒരു രക്ഷ കർത്താവിൽ നിന്ന് ലഭിച്ചു എന്ന് വരില്ല. പക്ഷെ അവിടുന്ന് നമുക്ക് തരുന്ന രക്ഷ അതിനൊക്കെ അപ്പുറത്താണ്.
തിന്മയിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ സഹനങ്ങളും വരുന്നത് എന്നുള്ളതിനാൽ തിന്മയെ തകർക്കാനാണ്, തിന്മയെ തകർക്കുന്ന രക്ഷകനായിട്ടാണ് അവൻ കടന്നു വരുന്നത്. തിന്മയെ നേരിട്ട് കഴിയുമ്പോൾ, തിന്മയെ ജയിച്ചു കഴിയുമ്പോൾ ലോകത്തിലെ സഹനങ്ങളും മാറുകയാണ്. നമുക്കറിയാം, ഇന്ന് എത്രയോ യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഏതെങ്കിലുമൊക്കെ കുറെ മനുഷ്യരുടെ ഉള്ളിലെ തിന്മയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. തിന്മയെ നേരിടുന്ന, തിന്മയെ അതിജീവിക്കുന്ന രക്ഷകനായിട്ടാണ് കർത്താവ് വന്നത്. അതുകൊണ്ടാണ് തെറ്റായ കാരണങ്ങളുടെ പേരിൽ രക്ഷകനെ അന്വേഷിക്കുന്നവർക്ക് ഈശോ മിശിഹായെ എന്ന യഥാർത്ഥ രക്ഷകനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ജെറുസലമിലേക്കുള്ള ആഘോഷമായ പ്രവേശനം കുരിശിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ അവൻ ഓശാന പാടിയവരെല്ലാം തിരിഞ്ഞു. അവർക്ക് കുരിശു വേണ്ടായിരുന്നു. കുരിശിൽ മരിക്കുന്ന പരാജിതനായ ഒരു മനുഷ്യനെ അവർക്ക് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം ഒരു ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അവനെ തന്നെ ഏറ്റവും വലിയ ബലിയാടായിട്ട് മാറ്റി. അവനെ ക്രൂശിക്കുക, അവൻ ഞങ്ങളുടെ പ്രതീക്ഷകൾ മുഴുവൻ കളഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പോയി അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അവർ അട്ടഹസിക്കുകയാണ്. ഓശാന പാടിയ നാവ് കൊണ്ട് തന്നെ അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിക്കുന്ന ഒരു ജനം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം പഠിക്കാൻ നമുക്ക് ഏറ്റവും നല്ല പാഠവുമാണത്. ജനക്കൂട്ടത്തെ വിശ്വസിക്കാനാവുമോ? ജനക്കൂട്ടത്തിന്റെ ആവേശത്തെ നമുക്ക് വിശ്വസിക്കാനാവുമോ? വ്യക്തിപരമായി നമ്മളുടെ ബോധ്യങ്ങളും ജനക്കൂട്ടത്തിലായിരിക്കുമ്പോഴുള്ള ബോധ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമാണ്. വ്യക്തിപരമായി സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നവര് ജനക്കൂട്ടത്തിന്റെ ആവേശത്തിൽ അക്രമാസക്തരാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ജനക്കൂട്ടങ്ങളെ കണ്ട് വിശ്വസിക്കരുത്. ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ നിലപാടുകളും ബോധ്യങ്ങളുമാണ് ഏറ്റവും പ്രധാനം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഓശാന പാടുമ്പോൾ ഓശാന പാടിയ ജനക്കൂട്ടം തന്നെ നമ്മുടെ ധ്യാന വിഷയമാവണം. ജനക്കൂട്ടത്തിന്റെ ഒരു ആവേശത്തിൽ നമ്മൾ ഈശോയെ ഏറ്റുപറയുന്നതാണോ, അതോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഭരിക്കുന്ന ഒരു രക്ഷകനായി നമ്മൾ അവിടുത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. വ്യക്തിപരമായി അവനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മറുപടി ശിഷ്യത്വമാണ്. അവന്റെ ശിഷ്യരായി നമ്മൾ മാറുകയാണ്. നമുക്ക് ശിഷ്യത്വത്തിലൂടെ അവനെ ഓശാന പാടി എതിരേൽക്കാനായിട്ട് പരിശ്രമിക്കാം. യഥാർത്ഥമായ ശിഷ്യത്വം സ്വീകരിക്കുന്നതിലൂടെയാണ് നമ്മുടെ കർത്താവിനെ രക്ഷകനായി നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉൾക്കൊണ്ട് ജനക്കൂട്ടത്തിന്റെ വൈകാരികമായ ആർപ്പുവിളികളിൽ ആശ്രയിക്കാതെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ കഥകടച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നിലപാടുകൾ എന്താണ്, നിന്റെ വിശ്വാസം എന്താണ്, അതായിരിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ വിശുദ്ധ വാരം ആചരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ശാന്തതയിലും നിശബ്ദതയിലും വചനധ്യാനത്തിലും ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം ഈ വിശുദ്ധവാരം നമുക്ക് ആചരിക്കാം. ഇതുവരെ നോമ്പ് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നോക്കാനുള്ള അവസാന 7 ദിവസങ്ങളാണ് ഇന്നുകൂടി നമുക്ക് ഓർക്കാം. അങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് നമ്മുടെ ജീവിത നവീകരണത്തിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.